എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബ്ലോക്ക് ഫ്രൂട്ടായിട്ടാണ്. ബ്ലോക്ക് ഫ്രൂട്ട് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പകുതി ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, പകുതി ആൾക്കാർക്ക് അറിയത്തുണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ ലെവൽ എത്രയെന്ന് വെച്ചാൽ 200 ഒക്കെ ആവാനായി. പക്ഷേ അത് ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് 759 ലെവലിൽ നിൽക്കുന്നുണ്ടാവും. അത് ഞാൻ എങ്ങനെയാണ് പോയതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ എന്താ പറയുക സ്ഥലം ഏതെന്ന് വെച്ചാൽ പ്രീസണാണ്. നമ്മളെ ഫ്രൂട്ട് ലൈറ്റാണ്. ഇതിട്ട് കുറച്ച് വിളിച്ചാളൊക്കെ നമ്മൾ അൺലോക്ക് ആക്കി കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം അറിയാൻ ചോദിച്ചാൽ ആദ്യമൊക്കെ ചെറുതായിട്ടൊക്കെ അറിയുന്നതാണ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഓരോന്ന് ഞാൻ ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് സീലോട്ട് കിടക്ക് വരെ ഞാൻ അൺലോക്ക് ആക്കി ഉണ്ടാകുന്നതായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഗെയിംസുകളൊക്കെ ഡിലീറ്റ് ആക്കുന്ന സമയത്ത് അറിയാണ്ട് ഞാൻ റോബ്ലോക്സ് ഡിലീറ്റ് ആക്കി. എന്നിട്ട് അന്ന് മുതൽ ഞാൻ തോന്നിയതാണ് ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയില്ലേ, ഇതിപ്പോൾ പിന്നെ എന്താ ഞാൻ ചെയ്യുക അങ്ങനെ ഒക്കെ ആലോചിച്ചിരുന്നിട്ട് ഇപ്പോൾ വീണ്ടും നമ്മളെ ലെവൽ 200 ആവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പെറ്റടിച്ചെങ്കിൽ നമ്മൾ നമുക്ക് എന്താ പറയുക ഇതിൽ 700 ആക്കാൻ പറ്റും. പെറ്റിച്ചെങ്കിൽ പറ്റത്തില്ല, കാരണം ഇപ്പം ലൈറ്റ് ഫ്രൂട്ട് അല്ലേ. പക്ഷെ ഞാനിപ്പോൾ മുമ്പ് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് സ്പൈഡർ ഫ്രൂട്ട് എൻ്റെ ഒരു ഇതായിരുന്നു ആഗ്രഹം പറഞ്ഞാൽ ഡ്രീമെന്ന്. ലൈറ്റ് ഫ്രൂട്ട് അല്ല സ്പൈഡർ അല്ലെച്ചെങ്കിൽ ലവ് ഫ്രൂട്ട് വേണമെന്ന്. അപ്പം ഞാൻ നമ്മൾ സെക്കൻഡ് സെയിൽ പോയിട്ടേ ഞാൻ എപ്പോഴും നമ്മളെ ഇതുണ്ട് ട്രേഡിങ് ടേബിൾ ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ പ്ലീസ് ലവ് ഫ്രൂട്ട് ഓർ പ്ലീസ് എന്താ പറയുക സ്പൈഡർ ഫ്രൂട്ട് എന്നൊക്കെ ഞാൻ പറയും. എന്നിട്ട് ചില ആൾക്കാർ സ്കാം ചെയ്യും, ചില ആൾക്കാർ സ്കാം ചെയ്യൂല. എന്നിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് ഫ്രൂട്ട് സ്പൈഡർ ഫ്രൂട്ട് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയോ? ഞാൻ എൻ്റെ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്താണ് പറയുക ഞാനിങ്ങനെ അവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നു. എൻ്റെ ലെവലപ്പൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അവിടെ സ്പോണായിട്ട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയേക്കുന്നു. എന്നിട്ട് അവിടെ ഇങ്ങനെ അതിൻ്റെ ചുറ്റോരൊക്കെ ചെയ്യുന്ന സമയത്തുണ്ട് ഒരു വെള്ള സ്ഥലം കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ അതൊരു ബെറിയാവും അല്ലെങ്കിൽ ചെറിയാവുന്നു. കുറച്ചുകൂടി എടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് സ്പൈഡർ ഫ്രൂട്ടായിരുന്നു. എന്നിട്ട് ഗായ്സ് അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ, അല്ലാഹുവേ അത് സ്വപ്നവല്ലേ ഇത് കുറേ ഭാഷ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു സമാധാനം കിട്ടി, അത് സ്വപ്നമല്ല. എന്നിട്ട് ഞാൻ അന്ന് മുതൽ ഹാപ്പി ആയിട്ട് ഇതിൻ്റെ ലെവൽ കൂട്ടാൻ തുടങ്ങിയതാണ്. അതിൻ്റെ ലെവല് അതിൻ്റെ 4 എബിലിറ്റീസുകൾ ഞാൻ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒരു എബിലിറ്റി കൂടി അൺലോക്ക് ആക്കാനുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ വിട്ട് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ പ്രിസണാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ്. അപ്പോൾ ഇതുപോലത്തെ ഞാൻ വീണ്ടും വീഡിയോസുകൾ കാണിച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, നമ്മൾ ഓരോ വീഡിയോസുകളൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ലെവല് കറക്റ്റ് 200 ആയിട്ട് നമുക്ക് കാണാം. അതിനൊക്കെ എല്ലാവർക്കും അപ്പോൾ ഗായ്സ് നമ്മളെ ലെവല് 200 ആയിട്ടുണ്ട്. സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ നടക്കുന്ന സാധനം കണ്ട അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ സാധിക്കുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എത്രയാണ് നോക്കട്ടെ, നോക്കണം കേട്ടോ. അടുത്തതിന് 1 അല്ലേ? ഓക്കെ, അടുത്തതിന് 1 വെച്ചെങ്കിൽ നമുക്ക് ആൾക്കാരെ കൊല്ലാൻ തുടങ്ങുക ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ഇടണമെന്ന് തോന്നുന്നു, കാര്യം നമ്മൾ അത്രക്ക് ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിൽ തോന്നുന്നത് എന്താ പറയുക ഇട്ടിട്ടില്ല എന്നാണ്. പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം നോക്കാം ഇതിടാൻ. പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ വീഡിയോയിലല്ലാണ്ട് നമ്മൾ ലെവലപ്പ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ സെക്കൻഡ്സി കാണിക്കണമെന്നുണ്ട്, അതും എൻ്റെ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക നിങ്ങളില്ലാത്ത സമയത്ത് ഞാൻ ഓരോ ഗെയിംസുകളിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് കുറച്ചൊക്കെ ആക്കണത്.
അപ്പോൾ അതിന് പ്രശ്നമുണ്ടോ പ്രശ്നമില്ലേ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുക. പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഇടുന്നതില്ല, പ്രശ്നം ആണെച്ചെങ്കിൽ നമ്മൾ അങ്ങനെ ഇടത്തില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഈ വീഡിയോ കളിച്ചെങ്കിൽ ഏതെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. നമ്മൾ അത് അപ്പം തന്നെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വോട്ട് എന്നാണ് അവസാനിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ 10 മെയ്യല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക 1 നമുക്ക് അത് കഴിപ്പിക്കാം. ഓക്കെ, 1 വരെ ആർക്കൊക്കെയാണോ വേണമെന്നുണ്ടവർ ഓരോക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ, അങ്ങനെ വേണോ അങ്ങനെ വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ ഇട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ എനിക്കങ്ങനെ ഏതെങ്കിലും കമൻറ്റ് ബോക്സിൽ കിട്ടാലും മതി, കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ എന്തിനാണ് പൈസ ഗ്രൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഇലക്ട്രിക് ഫിസ്റ്റ് ഉണ്ടല്ല, അതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആദ്യത്തേത് ഫുള്ള് ലെവലായിരുന്നു, പിന്നെ ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു. എന്താ പറയുക, അതിന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു എനിക്ക് അത് ആദ്യം നല്ല ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ കോമ്പോയിറ്റിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ഇലക്ട്രിക് ഫിസ്റ്റ് ആണോ അത് വേറെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇലക്ട്രിക് ഫിസ്റ്റാണ് ഞാൻ വിളിക്കുക. പിന്നെ ഇതിന് എന്താണ് പറയുക, ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ നല്ലൊരു കണ്ട, സ്വോ ഹാസ് സ്പോൺഡ് ഗെയിം, യു ഹാവ് 50 minutes to defeat him. അത് വന്നപ്പോഴാണ് ഞാൻ എങ്ങോട്ട് പോയത് നമ്മുടെ മിഡിൽ ടൗണിലേക്ക്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, അവിടെ നിന്നാണ് നമ്മൾ സ്പൈഡർ ഫ്രൂട്ട് കണ്ടത്. അങ്ങനെ ഡ്രീം കം ട്രൂത്തായി, അതും റിയൽ ലൈഫിൽ സ്വപ്നമല്ലാണ്ട് തന്നെ. നല്ലൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേണം, അതൊക്കെ കിട്ടിയാൽ എങ്ങനെയാണ് അതിൻ്റെ പവറുകളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഞാൻ ഓരോ യൂട്യൂബ് ചാനലുകൾ കാണും, ഇങ്ങനത്തെ യൂട്യൂബറുകളുടെ. അപ്പോൾ ഞാൻ കാണും എന്താണ് പറയുക, സ്പൈഡർ ഫ്രൂട്ടുകളുടെ എബിലിറ്റീസുകൾ. അപ്പോൾ എന്താണ് പറയുക, അപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, എന്താണ് പറയുക, എനിക്കൊരു കിട്ടണം, എപ്പോഴാണ് ഒന്ന് കിട്ടാത്തത്, എന്താണ് കിട്ടാത്തത്, ഇത് എപ്പോഴാണ് കിട്ടുക, എത്ര ലെവലെത്തിയാലാണ് കിട്ടുക എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയ കാര്യം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ക്രിയേഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടിയത് ഏതെന്ന് വെച്ചാൽ ക്രിയേഷൻ ഫ്രൂട്ടാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബോസ് വെക്കാം. ഇനി നമുക്ക് എന്താ പറയുക, ഇവിടുത്തെ പെട്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കണം. എന്തിന്, നമ്മളെ ഫ്രൂട്ട് റോൾ ചെയ്യാനും പിന്നെ നമ്മളുടെ നമ്മളെ ലെവലപ്പ് ചെയ്യാനും എല്ലാതും ചെയ്യാനും നമുക്ക് പൈസ തന്നെ വേണം. അപ്പോൾ നമുക്ക് നമ്മളെ ലെവല് 210 ആയിട്ട് നമുക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ നമ്മളെ ഡാർക്ക് ഫിസ്റ്റ് വയ്ക്കാൻ കുറച്ചൊക്കെ ആയിട്ടുണ്ട്, നമ്മളെ 4 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മതി. അപ്പോൾ നമുക്ക് ഇത് വായിക്കാൻ പറ്റും, എന്ത് ഇലക്ട്രിക് ഫിസ്റ്റ്. എന്നിട്ട് വേണം നല്ല പറഞ്ഞ് കളിക്കാൻ. പിന്നെ നമുക്ക് ഇതിൽ കൊല്ലാം. ഓക്കെ, ഇനി നമുക്ക് ഇവരെ കളിക്കാം. ബട 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 പയ്യ എന്നോടൊപ്പം കളിക്കാമോ? പിന്നെ ഗായ്സ്, ഞാൻ എത്ര ദിവസം വീഡിയോ ഇടാമെന്ന് വെച്ചാൽ അത് നമ്മളെ റോബ്ലോക്സിൽ എന്തൊക്കെ പറ്റിയത്. അത് ഗായ്സ്, നമ്മൾ പുതിയ പ്ലേറ്റ് ഇപ്പം തന്നെ അൺലോക്കായി. ഇതെന്താണ്, അവിടെ ആകാശത്തിൽ നിന്ന് സ്റ്റാർ നക്ഷത്രങ്ങൾ വന്നിട്ടൊക്കെ നിൽക്കുന്നു. ഒരാൾ ആകാശത്തു നിന്ന് വരുന്ന്. നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ടടിക്കാം. ചൊപ്പല ജുംജക 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 എന്നാ പിടിച്ചോ.
അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ ഇപ്പം എൻ്റെ ആക്കാം. കുറച്ചുകൂടി ആയിട്ട് നമുക്ക് ഇവിടെ 10 ആയിട്ട് നമ്മൾ വീഡിയോ എൻ്റെ ആക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അല്ലെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മൾ അടുത്ത പാർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടു നിങ്ങൾ പറയുന്നത്. ഓക്കെ ഇനി നമുക്ക് എന്താണ് പറയുക, നമ്മൾ ലെവൽ എത്രയായി? ഓക്കെ 18 ആയില്ലേ? ഇപ്പം നമ്മളെ ലെവലിപ്പോൾ ആവും. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്ന് കുറച്ച് വീണ്ടും എടുക്കാം. എന്നിട്ട് വീണ്ടും പോയിട്ട് നമുക്ക് കളിക്കുന്നതല്ലേ. കമാൺ എല്ലാവരും ഇങ്ങോട്ട് ബാ. കമോൺ ഇതിട്ടോ. ഓക്കെ എല്ലാവരും അടിച്ചിട്ടോ. ഓക്കെ പറഞ്ഞോ. അസു എല്ലാവരും അവിടെ ഒരു രണ്ടാൾക്കാർ അവിടെ അതൊക്കെ ഇഷ്ടമില്ല. നമുക്കിവിടെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ടടിക്കാം. എന്താണ് അതിൻ്റെ പേര്? ബ്രിഡ്ജ് ഓഫ് ലൈറ്റ്. ഓക്കെ അവിടെ ഇനി നമുക്ക് നമ്മളെ ഡിഫെൻസ് ഇത് ഞാൻ എന്താണെന്ന് അറിയില്ല. എപ്പോഴും ഇത് രണ്ടും ഒരുമിച്ചിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ ഇനി നമുക്ക് ഇജുബായോ ഇജുബായോ ഡാർക്ക് സ്റ്റാർ ഫീ ഇജുബായോ. ഓക്കെ എല്ലാവരും ഇവിടെ കമോൺ ടു മിഡിൽ ടവർ. കമാൺ എന്നാ പിടിച്ചോ. ഇനി പറന്നടിക്കൂ. പിന്നെ എനിക്കിത് എപ്പോഴാണ് എനിക്ക് നല്ല ഇഷ്ടമായെന്ന് വെച്ചാൽ ഞങ്ങൾ ഗൾഫിലാവുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഗൾഫിലാവുമ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോസുകളൊന്നും നമ്മൾ ഇടുന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളെ ഒരു ലെവൽ കൂടി ആയാൽ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻ്റെ ആക്കുന്നതായിരിക്കും. നമുക്ക് ബ്ലോക്സ് ഫ്രൂട്ടാണ് കൂട്ടേണ്ടത്. കാരണം നമുക്ക് എല്ലാവരുടെ ഡാമേജ് കുറവാണ്. ഡാമേജ് ഉണ്ടെങ്കിലാണ് ആൾക്കാർ പെട്ടെന്ന് ചാവുമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബ്ലോക്ക് ഫ്രൂട്ട് ഞാൻ കൂട്ടിയത്. വലിയൊരു ബായ് അതിൻ്റെ ഒപ്പം ഇത്തു മൂക്കമാണ്ട് അടിച്ചെടുക്കും ഞാൻ. ഇപ്പം ചില സമയത്ത് പറഞ്ഞാൽ വേറെ കൂടൊക്കെ പോയിട്ട് അവിടെ വിളിച്ചിട്ട് അത് ലൈഫ് കൂടിയാൽ വീണ്ടും വരും. അടാ ലൈഫ് കൂടിയാ വീണ്ടും അടുക്കപ്പെട്ട പറഞ്ഞിട്ട് എനിക്ക് ഇലക്ട്രിക് ഫിസ്റ്റ് വാങ്ങാൻ മുട്ടിയിട്ട് വയ്യ. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ വർക്ക്. പക്ഷെ നമ്മൾ 500 മാത്രമല്ലേ നമ്മളാക്കണം. നമ്മൾ 6,000 ആണോ 600 ആണോന്ന് അറിയില്ല. നമ്മൾ 6,000 ആക്കിയിട്ട് നമ്മൾ പോയിട്ട് സ്കൈ ഐലൻഡിൻ്റെ ബാക്കിൽ സീക്രട്ട് ആയിട്ട് വേണ്ട. അവിടെ നമ്മൾ എന്ത് വാങ്ങിക്കും? ഇലക്ട്രിക് ഫിസ്റ്റ് നമ്മൾ വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെവൽ അപ്പാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ ചെയ്യും. കടച്ചിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നമ്മളെന്തായാലും നമ്മളെ കയ്യിൽ ഡാർക്ക് ഫിസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മളെ ലെവലപ്പ് ആയിട്ടുണ്ട്. നമ്മളെ ലെവൽ 211 അപ്പോൾ എല്ലാ മച്ചന്മാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതൊക്കെ എല്ലാവർക്കും ബൈ.